ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ 41ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനമായിട്ടുള്ള മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്, മലയാളത്തിലേക്ക് അത് തർജ്ജമ ചെയ്യുമ്പോൾ അതിമഹത്തായ മനുഷ്യവംശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ചാക്രിക ലേഖനമാണ്. ലത്തീൻ ഒറിജിനൽ മൂലത്തിൽ ആ വാക്ക് മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്നാണ് അത് വായിച്ചെടുക്കുക. ആ ചാക്രിക ലേഖനത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ ഈ എപ്പിസോഡിൽ വിശദമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. 2026 മെയ് മാസം 15-ാം തീയതിയാണ് പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനത്തിൽ ഒപ്പുവെക്കുന്നത്. എന്നാൽ 2026 മെയ് മാസം 25-ാം തീയതിയാണ് ഈ ചാക്രിക ലേഖനം പൊതുജനത്തിനായിട്ട് പുറപ്പെടുവിക്കുന്നത്. മെയ് 15-ാം തീയതി ഒപ്പുവെക്കുന്നതിന് പിന്നിൽ 135 വർഷങ്ങൾക്ക് മുൻപ് അതേ ദിവസമാണ് ലയോ 13 മാർപ്പാപ്പയുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചത്. വ്യാവസായിക വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട കാലഘട്ടത്തിൽ മനുഷ്യമഹത്വത്തിൻ്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹിക ചാക്രിക ലേഖനമായിട്ടാണ് ഇന്നും തിളക്കമേറിയ ഒരു ഏടായിട്ട് ആ ചാക്രിക ലേഖനം നിലനിൽക്കുന്നത്. അതിൻ്റെ 135-ാം വാർഷിക ദിനത്തിലാണ് ലയോ 13 മാർപ്പാപ്പയുടെ അതേ പേര് സ്വായത്തമാക്കി അതേ ആശയങ്ങളോടെ മുന്നോട്ട് നീങ്ങുന്ന ലയോ 14 മാർപ്പാപ്പയുടെ മനുഷ്യൻ്റെ മഹത്വത്തെ ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടുന്ന ഒരു പഠനരേഖയായിട്ട് മഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് രൂപം കൊള്ളുന്നത്. ആമുഖവും 5 അധ്യായങ്ങളും 245 ഖണ്ഡികകളും ഉപസംഹാരവും ഉൾപ്പെടുന്നതാണ് പരിശുദ്ധ പിതാവിൻ്റെ ഈ പുതിയ ചാക്രിക ലേഖനം. ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യമഹത്വത്തെ ഉയർത്തി കാണിക്കുവാനും അതിനെ അംഗീകരിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള ഒരു ആഹ്വാനമാണ് പരിശുദ്ധ പിതാവ് ഈ പഠനരേഖയിലൂടെ നമുക്ക് ആഹ്വാനം നൽകുന്നത്. മനുഷ്യവംശം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനം ആരംഭിക്കുന്നത് തന്നെ. അതിന് തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരിശുദ്ധ പിതാവ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മറ്റൊരു ബാബേൽ ഗോപുരം പണിയണമോ അതോ ദൈവത്തിനും മനുഷ്യനും ഒരുപോലെ വസിക്കാൻ പറ്റുന്ന ഒരു നഗരം പണിയണമോ എന്ന ചോദ്യത്തോടെയാണ് ആമുഖത്തിൽ പരിശുദ്ധ പിതാവ് ഈ പഠനരേഖയിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് നമ്മൾ 5 അധ്യായങ്ങൾ കണ്ടുമുട്ടുകയാണ്. 1-ാമത്തെ അധ്യായത്തിൽ സഭയുടെ സാമൂഹിക സിദ്ധാന്തങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സുവിശേഷത്തോട് നീതി പുലർത്തുന്ന ഒരു സമീപനം ആവശ്യമാണെന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞു വെക്കുകയാണ്. വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന ചിന്തകൾ, 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനരേഖകൾ എല്ലാം ഈ അധ്യായത്തിൽ പഠന വിഷയമാകുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭയുടെ സാമൂഹിക വിഷയങ്ങളെ പറ്റിയുള്ള പഠനങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. വ്യക്തിയുടെ അന്തസ്സ്, മനുഷ്യാവകാശം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, അവസരങ്ങളുടെ തുല്യത, ദുർബലരായവരുടെ സംരക്ഷണം, വിദ്വേഷത്തെയും തെറ്റായ വിവരങ്ങളെയും പ്രതിരോധിക്കൽ തുടങ്ങിയവയെല്ലാം ഈ 2-ാമത്തെ അധ്യായത്തിൽ വിശദമായിട്ട് പഠനവിധേയമാക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിൽ ഒരു ധാർമ്മിക നിയമസംഹിത അതിനെ നിയന്ത്രിക്കാൻ, ക്രമീകരിക്കാൻ ആവശ്യമുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെടുകയാണ്. മനുഷ്യവംശത്തിൻ്റെ മഹത്വം എങ്ങനെ ഉയർത്തി കാണിക്കണമെന്ന് ഇവിടെ ചിന്തിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ, നിർമ്മിത ബുദ്ധിയുടെ എല്ലാ മേഖലകളിലും മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനും അവയെ ക്രമീകരിക്കാനും നിയന്ത്രിക്കാനുമുള്ള വ്യക്തമായ നിയമങ്ങളുടെ പിൻബലം, ആവശ്യകത, അത് ഉപയോഗിക്കേണ്ടതിൻ്റെ തലങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണമെന്ന് ഈ 3-ാം അധ്യായത്തിൽ പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സാമൂഹികമായ മാറ്റങ്ങളിൽ
മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പ്രതിപാദിക്കുകയാണ്. ജനാധിപത്യവും സത്യവും ഉണ്ടായിരിക്കണം. തൊഴിലിൻ്റെ മാന്യതയെക്കുറിച്ച്, തൊഴിലില്ലായ്മ പ്രശ്നങ്ങളെക്കുറിച്ച്, സുതാര്യമാകേണ്ട ജീവിത ശൈലികളെക്കുറിച്ച്, വ്യക്തിയുടെ സ്വകാര്യത ഡാറ്റകളിൽ സൂക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ഗൗരവമായ സത്യസന്ധമായ പത്രപ്രവർത്തനത്തിൻ്റെ ആവശ്യകത തുടങ്ങിയവ സാമൂഹിക കാഴ്ചപ്പാടിൽ മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ട തലങ്ങളിൽ ഉപയോഗയോഗ്യമാക്കേണ്ടതിനെക്കുറിച്ച് 4-ാം അധ്യായത്തിൽ പരിശുദ്ധ പിതാവ് വിശദമാക്കുന്നു. 5-ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള അധ്യായത്തിൽ പഠനവിധേയമാക്കുന്നത് ലോക മനസ്സാക്ഷിയുടെ സ്വരമെന്ന വണ്ണം പരിശുദ്ധ പിതാവ് ആയുധ വ്യവസായത്തിൻ്റെ വളർച്ചയും അണ്വായുധ മത്സരവും പുതിയ സായുധ സംഘങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും ഈ അധ്യായത്തിൽ വിശദീകരിക്കുകയാണ്. ഇവയെല്ലാം അപലപിക്കപ്പെടേണ്ടത് തന്നെയാണെന്ന് പരിശുദ്ധ പിതാവ് ലോക മനസ്സാക്ഷിയുടെ സ്വരമായിട്ട് ഊന്നിപ്പറയുന്നു. സമാധാന സംസ്കാരത്തിൻ്റെ വക്താക്കളാകാൻ ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടവനാണെന്നും അവൻ്റെ നിയോഗവുമാണെന്ന് പരിശുദ്ധ പിതാവ് ഇവിടെ അടിവരയിട്ട് പറയുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെയും പ്രത്യാശയുള്ളവരുമായിട്ടാണ് ഓരോ ക്രൈസ്തവനും ഈ ലോകത്തിൽ നിലകൊള്ളേണ്ടതെന്നും പ്രായോഗിക തലത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ഓരോ വിശ്വാസിയും ഓർമ്മപ്പെടുത്തി കടപ്പെടുത്തി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും 5-ാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നു. ഇതിൻ്റെ ഉപസംഹാരത്തിലേക്ക് ഈ പഠനരേഖയുടെ നാം എത്തിച്ചേരുമ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ മനുഷ്യ അന്തസ്സിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവ് ലോകത്തോട് സംവദിക്കുകയാണ്. ഈ ചാക്രിക ലേഖനം കേവലം മതപരമായ ഒരു പഠനരേഖ മാത്രമല്ല, ആധുനിക സാങ്കേതിക ലോകത്തിൽ മനുഷ്യൻ എങ്ങനെ ക്രിയാത്മകമായിട്ട് ജീവിക്കണം എന്നതിൻ്റെ ഒരു പഠനരേഖ കൂടിയാണ് ഇത്. ആധുനിക കൃത്രിമ ബുദ്ധിയും മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് ഈ ചാക്രിക ലേഖനം വിശദമായിട്ട് ചർച്ച ചെയ്യുന്നു. സാങ്കേതിക വിദ്യ മനുഷ്യന് പകരമാകരുത് എന്ന് ഈ ചാക്രിക ലേഖനത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഒരു മതപരമായിട്ടുള്ള രേഖ എന്നതിനേക്കാൾ ഉപരി നല്ല മനസ്സുള്ള ലോകത്തിൽ എല്ലാവർക്കും സ്വീകൃതമാകാൻ തക്ക രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ ലോകത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഇതിനോടുള്ള അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയും ഇത് കാലഘട്ടത്തിൻ്റെ ഒരു സ്വരമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് എന്ന് തന്നെ ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ പഠനരേഖ വായിച്ചു മനസ്സിലാക്കാനും ആധുനിക സാങ്കേതിക വിവരവിദ്യയുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിനെ, മനുഷ്യ മനസ്സാക്ഷിയെ, മനുഷ്യൻ്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ അവയെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഉപയോഗിക്കുവാൻ പരിശുദ്ധ പിതാവ് നൽകുന്ന ആഹ്വാനത്തെ മനസ്സോട് ചേർത്ത് വെച്ച് സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വിശദമായ പഠനങ്ങളിലേക്കും ആഴമേറിയ ചിന്തകളിലേക്കും അത് നമ്മളെ കൈപിടിച്ച് നടത്തുമെന്നതിൽ തർക്കമില്ല. കൂടുതൽ വിശദമായ പഠനങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ നമുക്കേവർക്കും സാധ്യത നൽകട്ടെ.